അപ്പോൾ നമ്മളെ പ്ലസ് ടുവിലെ ഒരു വളരെ ചെറിയൊരു ചാപ്റ്ററാണ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്നത്. ഇതിൽ വളരെ കുറച്ച് ആകെ ഒരു 4 ക്വസ്റ്റ്യൻ മാത്രമേ ഒരു കുഞ്ഞ് ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ വരാൻ സാധ്യതയില്ല. എക്സാമ്പിൾസ് എന്ന് പറയാൻ മാത്രമല്ല, ആകെ ഒരു എക്സാമ്പിൾ 1, എക്സാമ്പിൾ 2 അതന്നെ നിങ്ങൾ പഠിക്കുന്ന ജനറൽ കേസാണ്. ഒരു സർക്കിളിൻ്റെ ഇൻ്റഗ്രേഷൻ വഴി കണ്ടുപിടിക്കുന്ന ഒരു ഏരിയയും പിന്നെ നമ്മളെ എലിപ്സിൻ്റെ ഏരിയ ഇൻ്റഗ്രേഷൻ വഴി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ വേണ്ടിക്കൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അത്രയും ഞാൻ പറയുന്നത്. ഇൻ്റഗ്രേഷൻ വെച്ചിട്ട് നമുക്ക് സർക്കിളിൻ്റെ ഏരിയ പൈ ആർ സ്ക്വയറിലെ പൈ എ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് കിട്ടും. നമ്മളെ എലിപ്സിൻ്റെ ഏരിയ ലാസ്റ്റ് പൈ എ ബി എന്ന് പറഞ്ഞിട്ട് അതും കിട്ടും. അത് നിങ്ങൾക്ക് വേണ്ടിക്കൽ പ്രാക്ടീസ് ചെയ്യും. ഇതൊന്നും എന്തായാലും എക്സാമിന് വരുന്നെനിക്ക് തോന്നുന്നില്ല. ഇത് ജനറൽ കേസാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എയുടെ സ്ഥാനത്ത് ഒരു 4, ബീൻ്റെ സ്ഥാനത്ത് ഒരു 9 അങ്ങനെല്ലാം പറഞ്ഞിട്ടില്ലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് അതേതെങ്കിലും ചെയ്ത് നോക്കി. ഇതേതെങ്കിലും ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ആകെ ഒരു 2 ഇതേ ഉള്ളൂ. അപ്പോൾ അതെന്തായാലും വരുമെന്നില്ല. അതിൽ തന്നെ 4 ക്വസ്റ്റ്യൻസ് ആകെ ഇല്ലൂ. അപ്പോൾ അതിൽ ഞാനൊരു 2 ക്വസ്റ്റ്യൻ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലത് നോക്കി നോക്കാം. ഇതാ ഏരിയ ലൈങ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. 4 ക്വാഡ്രൻറ്റിൽ ഫസ്റ്റ് ക്വാഡ്രൻ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ആൻഡ് ബൗണ്ടഡ് ബൈ ദ സർക്കിൾ x² + y². ഇങ്ങനെ ഒരു ഇതിപ്പോൾ 4 അല്ല, അപ്പോൾ -2, 2 ഈ പറയുന്ന പോയിൻറ്റ്സിലൂടെ കടന്നു പോകുന്നൊരു സർക്കിളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബൗണ്ട് ചെയ്തിട്ടുണ്ട്. അതായത് ലൈൻസ് x = 0 y ആക്സിസും പിന്നെ x = 2 എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു പാസ് ചെയ്യുന്നൊരു ലൈന് x = 2. അപ്പോൾ ഇതിൻ്റെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഏരിയ കണ്ടുപിടിക്കണം. ഇവർ ഇത് ഏരിയ വരച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു സർക്കിള്, പിന്നെ ഇതാണ് x = 0 എന്ന് പറയുമ്പോൾ നമ്മളെ y ആക്സിസ്, പിന്നെ നമ്മളെ 2ലൂടെ കടന്നു പോകുന്ന ഇങ്ങനൊരു ലൈന്. അപ്പോൾ ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ സർക്കിൾ എന്ന ലൈൻസ് x = 0 and x = 2 ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ദ ഫിഗർ ബൈ ദ ഷെയ്ഡഡ് ഫിഗർ. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റുമാണ് നമ്മുടെ സർക്കിളും ഇതെല്ലാം ടച്ച് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ കുഞ്ഞ് ഏരിയ. അപ്പോൾ നമ്മളതിൻ്റെ റിക്വയർഡ് ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ഇൻ്റഗ്രൽ 0 to 2, 0 മുതൽ 2 വരെ, 0 to 2 y dx. ഇപ്പോൾ വൈൻ്റെ സ്ഥാനത്ത് x² + y². അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയെങ്കിലും വൈൻ്റെ ടേംസ് കിട്ടണം. അപ്പോൾ ഈ ഇക്വേഷനിൽ ഞാൻ y² = 4 - x² എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ y എന്തായിരിക്കും? √4 - x². അപ്പോൾ ഇൻ്റഗ്രൽ 4 - x² dx. ഇത് നിങ്ങളൊരു ഇക്വേഷൻ എവിടെ പഠിച്ചിട്ടുണ്ട്? നമ്മൾ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. a² - x² ഫോർമുല എന്ന് പറയുന്നത് x/2 × √(x²) അല്ല a² - x² + a/2 × sin inverse x/2. ആ പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇത് കണ്ടുപിടിക്കുന്ന സമയത്ത് x/2 × √(a² - x² എന്ന് പറയുന്നത് ഇതേ സാധനം തന്നെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുക, പ്ലസ് a/2 എന്ന് പറയുമ്പോൾ 4/2. അപ്പോൾ a/2, അതായത് a² സ്ഥാനത്ത് എന്തായാലും ഇത് 4 അല്ലത്. അപ്പോൾ a എന്ന് പറയുമ്പോൾ 4. അപ്പോൾ a/2, അപ്പോൾ 4/2. അപ്പോൾ 4/2 എന്ന് പറയുന്നത് 2 വരും. പിന്നെ sin inverse x/2. അതെ, ഏത് ലിമിറ്റ്സിൽ? 0 to 2. അപ്പോൾ 0 ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്തായാലും ഈ ടേം എന്തായാലും മൊത്തം 0 ആയിപ്പോൾ. കാരണം ഇത് 0 ആകുമ്പോൾ ഇത് കംപ്ലീറ്റ് 0 ആയിപ്പോൾ. പിന്നെ 4/2 എന്ന് പറയുന്നത് 2 വരും. പിന്നെ സൈൻ ഇൻവേഴ്സ് ഇതിപ്പോൾ 0, സൈൻ ഇൻവേഴ്സ് 0 വരും അല്ലേ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 0 എല്ലാം 0. ഇപ്പോൾ ഈ കംപ്ലീറ്റ് ടേം മൊത്തം 0 ആയിപ്പോൾ. ഇനി 2 വെച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ 2 ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ 2/2 1 ആയിപ്പോൾ. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം? ഈ x² സ്ഥാനത്ത് 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിവിടെ 4 - 4 0 ഇപ്പോൾ ഇത് ടേം 0 ഇപ്പോൾ ഇവിടെ പിന്നെ 4/2 2 ഉണ്ട്. അതേപോലെ സൈൻ ഇൻവേഴ്സ് 2/2 1 വരും. ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് 1 നമ്മൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിൽ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ വരിക? ഏത് വാല്യൂവിൽ 1 കിട്ടുന്ന? π/2. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1 അപ്പോൾ 0 + 2 സൈൻ ഇൻവേഴ്സ് 1 - 0. അപ്പോൾ 2 × π/2 വരും. ഇത് കട്ട് ചെയ്യുക. ആൻസർ π² യൂണിറ്റ് ആയിരിക്കും ആൻസർ വരിക. അടുത്തത് ഏരിയ ഓഫ് ദ റീജൻ ബൗണ്ടഡ് ബൈ ദ കർവ് y² = 4x, y ആക്സിസ് ആൻഡ് ദ ലൈൻ y = 3. ഞാനിവിടെ ജോമെട്രി വരച്ചിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മളെ ആക്സിസ് നമ്മളെ y² = 4x എന്ന് പറയുന്ന പാരബോളയുണ്ട്. പിന്നെന്താ y = 3 എന്ന് പറയുന്നത് നമ്മളെ ഇങ്ങനെ x ആക്സിസിൻ്റെ പാരലായിട്ട് പോകുന്ന ഒരു ലൈനും ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തെല്ലാം പറയുന്നില്ല, y ആക്സിസ് എന്ന് പറയുമ്പോൾ ഇത്, പിന്നെന്താ നമ്മളെ ലൈനും. അപ്പോൾ ഇത് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്, ഈ ഒരു ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയ. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് റിക്വയർഡ് ഏരിയ സെറ്റ് ഇൻ്റഗ്രൽ 0 to 3, 0 മുതൽ എടുത്ത വരെ 3 വരെ, ഈ പോയിന്റ് വരെ 0 to 3 x dy അങ്ങനെ എടുക്കുക നമ്മൾ. അപ്പോൾ y² = നമുക്ക് ഈ എക്സിൻ്റെ ടേംസ് കിട്ടണം. അപ്പോൾ y² = 4x. അപ്പോൾ x = ഈ 4നെ താഴെ പറഞ്ഞേക്കാം y²/4. അപ്പോൾ വരും? 0 to 3 y²/4 dy = ഈ 1/4 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. കാരണം അത് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക, അത് കോൺസ്റ്റൻ്റ് ആണ്, ഇൻ്റഗ്രലിനെ പുറത്തേക്ക് എടുക്കുക.
വൈ സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ വരുന്ന സമയത്ത് y³ 3 വരും. അതിൻ്റെ സിമ്പിളായിട്ട് അതിൻ്റെ എന്താണ് 0 to 3 ലിമിറ്റില്ല. അപ്പോൾ എന്താ നമ്മൾ 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് 0 ആയി. ഇപ്പം 3 ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് 3ൻ്റെ ക്യൂബ് 27/3 എന്ന് പറയുന്നത് 9. അപ്പോൾ എന്താ ഇത് 3³ അല്ല, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പറയുന്ന എന്താ ചെയ്യുക, ഇത് 4 into 3 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 12 വരും. അപ്പോൾ 1/12. ഇത് y³ മാത്രം എടുക്കും. അപ്പോൾ എന്താ ഇത് y³ എന്ന് പറയുന്ന സമയത്ത് 3ൻ്റെ ക്യൂബ്. അപ്പോൾ 3ൻ്റെ ക്യൂബ് -0. അപ്പോൾ എന്താ 1/12 into 27. അതായത് അത് 27/12 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, നമ്മൾ 3 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 9/4. അപ്പോൾ 9/4 സ്ക്വയർ യൂണിറ്റ് ആയിരിക്കും ആൻസർ. അപ്പോൾ ഇവിടെ പോയി ആൻസർ 9/4. ഇതിൻ്റെ ആൻസർ എന്താ നമ്മളെ പൈ. ഓക്കെ, ഇത്ര ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്യാനല്ലോ. അപ്പോൾ നമ്മൾ നോർമൽ ജോമെട്രി പ്രകാരം ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദിസ് ചാപ്റ്റർ.